ഇന്ത്യക്ക് പുതിയ ശത്രുക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനുമായി സംഘർഷത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോൾ തുർക്കി വലിയ ശത്രുതയുടെ ഒരു വന്നു. ഇപ്പോൾ അസർബൈജാനും വന്നിരിക്കുന്നു. നമുക്കറിയാം നമ്മൾക്ക് നേരെ ശത്രുതയായിട്ട് വന്ന കാനഡയുടെ അവസ്ഥ എന്തായെന്ന്. ബംഗ്ലാദേശ് ഏതാണ്ട് പെട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇനി എങ്ങനെയായിരിക്കും തുർക്കിക്കും അസർബൈജാനും പണി കൊടുക്കുക? ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാൻ അനാവശ്യമായ ഒരു സംഘർഷത്തിലേക്കാണ് ഇന്ത്യയുടെ അടുത്ത് വന്നത്. ഇന്ത്യ അതിന് തിരിച്ചടി കൊടുത്തു. അവരുടെ ഭീകരാക്രമണ കേന്ദ്രങ്ങൾ, അത് ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ, ഇതൊക്കെ തകർത്തേ. അന്ന് ഇത് തകർത്തപ്പോൾ ഇതേക്കുറിച്ച് നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്ന് പാകിസ്ഥാൻ പരസ്യമായിട്ട് ആവശ്യപ്പെടുന്നു. ഈ ആവശ്യത്തെ പിന്തുണച്ച രാജ്യം എന്ന് പറയുന്നത് തുർക്കിയാണ്. എന്തിന് ചൈന പോലും പരസ്യമായിട്ട് പിന്തുണയ്ക്കാൻ വന്നില്ല. അപ്പം പെട്ടെന്നാണ് ഈ തുർക്കിയുടെ രംഗപ്രവേശം. അതിനുശേഷം അസർബൈജാൻ വരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് മുന്നിൽ ഇന്ന് ഇന്ത്യയുടെ പ്രഖ്യാപിത ശക്തികൾ എന്ന് പറയുന്നത് തുർക്കിയും അസർബൈജാനുമായിട്ട് മാറി. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് അനാവശ്യമായ കടന്നുകയറ്റമായിരുന്നു. അവർ ചെയ്തത് തെറ്റാണെന്ന് ലോകരാജ്യങ്ങളെല്ലാം തന്നെ കണ്ടു, അംഗീകരിച്ചു. പക്ഷേ അനാവശ്യമായിട്ട് തുർക്കി ഇവിടെ ഇടപെടൽ നടത്തിയ എന്താ? പാകിസ്ഥാൻ ഒരു മുസ്ലിം രാജ്യമാണ് എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് ആയുധങ്ങൾ അതുപോലെ തന്നെ പണവും ഒക്കെ കൊടുത്തു. ഇത് കാലാകാലങ്ങളായിട്ട് പാകിസ്ഥാനുമായിട്ട് തുർക്കി ഒരു ആയുധ ഇടപാടിലെ പ്രതിരോധ ഇടപാടൊക്കെ നടത്തുന്നുണ്ട്. എന്തിന്? പാകിസ്ഥാന് ആധുനിക യുദ്ധക്കപ്പൽ, ആധുനിക യുദ്ധവിമാനം ഇതൊക്കെ നൽകുന്നതിൽ നിർണായകമായ പങ്ക് തുർക്കിക്കുണ്ട്. അവയുടെ മെയിൻ്റനൻസ് നടത്തുന്നത് തുർക്കിയാണ്. അപ്പോൾ തുർക്കി അത്ര ചെറിയ രാജ്യമൊന്നുമല്ല. കാരണം യൂറോപ്പിലെ ഈ മുസ്ലിം സംസ്കാരത്തിൻ്റെ ഉറവിടം എന്നാണ് തുർക്കിയെ വിശേഷിപ്പിക്കുന്നത്. മാത്രമല്ല നാറ്റോയിലും തുർക്കി ഒരു വലിയ സൈനിക ശക്തിയൊക്കെയാണ്. അവരുടെ സൈനിക ബജറ്റ് എന്ന് പറഞ്ഞാൽ $25 ബില്യൺ. അങ്ങനെയുള്ള തുർക്കി അനാവശ്യമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വിചാരിച്ചത് പണ്ട് അമേരിക്കയായിരുന്നു പാകിസ്ഥാനെ സഹായിച്ചത്. അവരിപ്പോൾ അമേരിക്ക വിട്ടു. കാരണം അമേരിക്ക സഹായിച്ചിട്ട് അവർ തന്നെ തീവ്രവാദത്തിനിരയായി. ഒടുവിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണമൊക്കെ ഉണ്ടായില്ലേ? അതോടുകൂടിയാണ് അമേരിക്ക പാകിസ്ഥാനെ കൈവിട്ടത്. പിന്നീട് ജോ ബൈഡൻ്റെ കാലത്ത് സഹായം ഉണ്ടായിരുന്നെങ്കിലും ട്രംപ് വന്നപ്പോൾ പൂർണ്ണമായിട്ടും അവഗണിച്ചു. അത് കഴിഞ്ഞ് ചൈന വന്നു. അപ്പോൾ ചൈനയും ഇന്ത്യയിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ഒരു നിഷ്പക്ഷ അന്വേഷണം വേണമെന്നും വലുതായിട്ട് പറഞ്ഞില്ല. കാരണം ചൈനയ്ക്ക് താല്പര്യമില്ല ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകുന്നത്. കാരണം ചൈന വൻതോതിൽ പാകിസ്ഥാനിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് ഗ്വാദർ മേഖലയിൽ തുറമുഖം, അവിടെ ഒരു എയർപോർട്ട്, അതുപോലെ തന്നെ പാലങ്ങൾ, റോഡ് ഇതൊക്കെ നിർമ്മിച്ചതാണ്. അപ്പം വൻതോതിൽ വരുമാനം അവർക്ക് ഭാവിയിലും കിട്ടേണ്ടതുകൊണ്ട് ചൈന ഈ യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് പാകിസ്ഥാനും വലിയ തിരിച്ചടിയായി. കാരണം അവർ വിചാരിച്ചത് എപ്പോഴും കൂടെ നിൽക്കുമെന്ന് പറയുന്ന ഒരു രാജ്യം അവരെ കൈവിട്ട് അവരെ ഉപേക്ഷിക്കുന്ന ഒരു നിലപാടാണ്. ഇവിടേക്കാണ് തുർക്കി പതുക്കെ കയറി വരുന്നത്. തുർക്കി വന്നേച്ച് പറഞ്ഞു ഇന്ത്യൻ നിലപാട് തെറ്റാണ്, ഇന്ത്യക്കെതിരായിട്ട് ശക്തമായി ഞങ്ങൾ എല്ലാ സപ്പോർട്ടും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഒപ്പമാണ് ഈ അസർബൈജാനും വരുന്നത്. അപ്പോൾ തുർക്കിക്കും അസർബൈജാനും ഇന്ത്യക്കോട് ഒരു വിരോധമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികളുള്ള ക്രിസ്തു മതത്തിന് ഭൂരിപക്ഷമുള്ള രാജ്യമെന്ന് നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടത് അർമേനിയാണ്. ഈ അർമേനിയയുടെ സമീപ രാജ്യമാണ് അസർബൈജാൻ. ഈ അസർബൈജാനിൽ ഏതാണ്ട് 1 കോടി ജനസംഖ്യയുണ്ട്. എന്ന് പറഞ്ഞാൽ 99% വരുന്നത് മുസ്ലിം വിഭാഗക്കാരാണ്. ഇപ്പുറത്ത് അർമേനിയയിൽ ഏതാണ്ട് 30 ലക്ഷം ജനസംഖ്യയുള്ളൂ. അപ്പോൾ അവരെ ഇടയ്ക്കിടയ്ക്ക് ആക്രമിക്കുന്നു. ആ സമയത്ത് അർമേനിയ നമ്മുടെ അടുത്ത് കുറച്ച് ആയുധങ്ങളൊക്കെ ചോദിക്കുന്നു. നമ്മൾ അർമേനിയ ആയുധപരമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചുരുക്ക് അസർബൈജാനുമുണ്ട്, ഒപ്പം ഈ പറയുന്ന തുർക്കിക്കുമുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ സഹായിക്കാൻ പോകുന്നത്. കൂടാതെ ഇന്ത്യ മധ്യേഷ്യ വഴി യൂറോപ്പിലേക്ക് ഒരു സാമ്പത്തിക ഇടനാഴി നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചു. അന്ന് തുർക്കിയുടെ ചില നിലപാടുകൾ കൊണ്ട് നമ്മൾ തുർക്കിയെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തു. എന്നിട്ട് മറ്റ് രാജ്യങ്ങളുമായിട്ട് ചേർന്ന് നമ്മൾ പദ്ധതിയുമായിട്ട് പോയപ്പോൾ തൊയ്ബ് എർദോഗൻ എന്ന് പറയുന്ന തുർക്കി ഭരണാധികാരി ഇന്ത്യക്കെതിരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ രാജ്യമെന്ന് പറയുന്നത് ഏഷ്യയുടെയും അതുപോലെ തന്നെ യൂറോപ്പിൻ്റെയും കവാടമാണ്. ഞങ്ങളെ കൂടാതെ ഒരു സാമ്പത്തിക ഇടനാഴിക്ക് നിങ്ങൾ ശ്രമിച്ചാൽ ഞങ്ങൾ ഏഷ്യയും യൂറോപ്പും ചേർന്ന് പുതിയ സാമ്പത്തിക ഇടനാഴി ഉണ്ടാകും, നിങ്ങൾക്ക് പണി തരും. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. കാരണം നമ്മളെപ്പോഴും നയതന്ത്ര തലത്തിലാണ് ഇടപെടുന്നത്. അപ്പോൾ അർമേനിയെ സഹായിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമുക്കെതിരെ ഈ അസർബൈജാനും തുർക്കിയും രംഗത്ത് വരുന്നു. അതുകൊണ്ട് നമ്മൾ പ്രഖ്യാപിത ശത്രുക്കളായിട്ട് ഇപ്പോൾ തുർക്കിയും അസർബൈജാനെയും പ്രഖ്യാപിച്ചു. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ഒരു തെറ്റുമില്ല. കാരണം നമ്മൾ അർമേനിയയ്ക്ക് സഹായം ചെയ്തു എന്നതിൻ്റെ പേരിലാണ് അസർബൈജാന് ഈ ചൊരുക്ക് വരുന്നത്. ഈ പറയുന്ന അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഒരു സാധു രാജ്യമാണ്, വലിയ ഈ പറയുന്ന ശേഷിയുള്ള രാജ്യമൊന്നുമല്ല. പക്ഷേ അസർബൈജാൻ ഒരു അക്രമ രാഷ്ട്രമാണ്, തുർക്കിയെ പോലെ തന്നെയാണ്. ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ മതം കൊണ്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളാണ്. മതം കൊണ്ട് ചിന്തിക്കുന്ന രാജ്യങ്ങൾ ആ രീതിയിൽ ഇന്ത്യയെ സമീപിച്ചാൽ ഇന്ത്യക്ക് സ്വീകരിക്കാൻ മറ്റ് മാർഗ്ഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ത്യ പറയുക. ഇപ്പോൾ തുർക്കിക്കെതിരെ നമ്മൾ പണി കൊടുത്തു വന്നത് എങ്ങനെയാണെന്ന് ആലോചിച്ച് നമ്മളിപ്പോൾ അവിടെ നിന്നുള്ള ആപ്പിൾ ഇറക്കുമതി അങ്ങ് നിർത്തി. പൂനെയിലെ മാർക്കറ്റിൽ തന്നെ 1000-1200 കോടിയുടെ ആപ്പിളാണ് ഒരു വർഷം തുർക്കിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതിൻ്റെ വ്യാപാരം അത് നിർത്തി. ഇന്ത്യക്കാർ
പോയി സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥലം അവിടെയായിരുന്നു. ഒപ്പം ടൂറിസത്തിന് പോകുന്ന സ്ഥലമാണ്. ഇത് രണ്ടും നമ്മളങ്ങ് നിർത്തി. നമ്മളിനി അങ്ങോട്ട് പോകുന്നില്ല. വിമാനത്താവളങ്ങളിലെ ഹാൻഡ്ലിംഗ് ജോലികൾ കൈകാര്യം ചെയ്ത തുർക്കി കമ്പനിക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഏറ്റവും ഒടുവിൽ ബേക്കറി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തുർക്കിയിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ഫ്ലേവേഴ്സ് ഇതെല്ലാം തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ബോയ്ക്കോട്ട് തുർക്കി, ബോയ്ക്കോട്ട് അസർബൈജാൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വ്യാപകമായി. ഇവർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. മുമ്പ് മാലദ്വീപിന് നേരെ ഇതുപോലെ ഒരു നിസ്സഹകരണം നമ്മൾ പുലർത്തിയിരുന്നു. ഒടുവിൽ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന മാലദ്വീപിൻ്റെ ഭരണത്തലവൻ ഇന്ത്യയിൽ വന്ന് കാത്ത് വിടന്ന് നമ്മുടെ കാല് പിടിച്ചു. ഒടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയ 2 മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്നു. എന്ന് പറയുന്നത് പോലെ തുർക്കിക്കും അടുത്ത പണി കൊടുക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ കൊടുക്കുന്ന പണി എന്ന് പറഞ്ഞാൽ 8ൻ്റെ പണിയായിരിക്കും. ഇപ്പോൾ തുർക്കിക്കെതിരെ നമ്മൾ അടുത്തായിട്ട് രംഗത്തിറക്കാൻ പോകുന്നത് സൗദിയെയാണ്. അപ്പോൾ സൗദിയും ഇന്ത്യയും തമ്മിൽ നയതന്ത്ര തലത്തിൽ നല്ല ബന്ധമാണ്. പാകിസ്ഥാനെ എല്ലാ കാലവും സാമ്പത്തികമായി സഹായിച്ചത് സൗദിയാണ്. ഇതേ സൗദിയെ നമ്മൾ കളത്തിലേക്ക് ഇറക്കിയിട്ട് പറയുന്നു, പാകിസ്ഥാന് കൊടുക്കുന്ന സഹായം നിങ്ങളങ്ങ് നിർത്തണം. അങ്ങനെയാണെങ്കിൽ ഈ തുർക്കിയുമായുള്ള ബന്ധം വിച്ഛേദിക്കും. അപ്പോൾ പാകിസ്ഥാൻ ചോദിക്കും, ഞങ്ങളെ എന്താ സഹായിക്കാത്തതെന്ന്. നിങ്ങളെ അനാവശ്യമായി തുർക്കി സഹായിക്കുന്നു. കാരണം അവിടുത്തെ ഒരു ഭരണാധികാരി അവിടെ മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന മതേതരനായ ഒരു ഭരണാധികാരിയൊക്കെ ഉണ്ട്. പക്ഷെ അയാൾ പോയപ്പോഴേക്കും ഈ തുർക്കി മതമൗലികവാദികളുടെ കയ്യിൽപ്പെട്ടു. അപ്പോൾ ലോകത്തെ മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവൻ തലപ്പത്ത് ഈ തുർക്കി വരണമെന്നാണ് തൊയ്ബ് എർദോഗൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഗൾഫ് ഇതര മുസ്ലിം രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. അതിൻ്റെ തലപ്പത്തേക്ക് ഞാൻ കടന്നു വരണം, ഇയാളുടെ ചിന്തയാണ്. അതിനെതിരെ സൗദി രംഗത്തേക്ക് വരുന്നു. എന്നിട്ട് പറയുന്നു, പാകിസ്ഥാൻ ഇനി തുർക്കിയുമായിട്ടുള്ള ബന്ധം തുടർന്നാൽ ഞങ്ങൾ പാകിസ്ഥാനുള്ള സഹായം നിർത്തിവെക്കും. അപ്പോൾ എല്ലാ കാലത്തും സൗദിയാണ് പാകിസ്ഥാൻ്റെ സാമ്പത്തിക നട്ടല് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് പിന്മാറുന്നത്. അപ്പോൾ ഒരു പണി കൊടുത്തു. ഇവിടെ ഇപ്പം നിശബ്ദമായിരിക്കുന്ന ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരി മുഹമ്മദ് യൂനിസ് ഇടയ്ക്ക് ചൈനയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് ഒരു എയർബേസ് സ്ഥാപിക്കാനുള്ള സ്ഥലം ഈ സിലിഗുരി തരാം എന്ന് പറഞ്ഞാൽ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന നമ്മുടെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് നൽകാം. അങ്ങനെ ആ സ്ഥലം തന്നാൽ അവിടെ വെച്ച് ചില മുന്നേറ്റങ്ങളൊക്കെ നടത്തുകയും നമുക്ക് ഇന്ത്യയെ അടിക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ നമ്മൾ അതിനോട് വലിയ യോജിപ്പൊന്നും കാണിച്ചില്ല, ചൈനയെ യോജിപ്പ് കാണിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ സെവൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഈ സംസ്ഥാനങ്ങളുടെയൊക്കെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കുമെന്ന് മുഹമ്മദ് യൂനിസ് പറയുമ്പോൾ തിരിച്ചു പണി കൊടുക്കാനായിട്ട് നമ്മളങ്ങ് തീരുമാനിച്ചു. കാരണം നമ്മളിപ്പോൾ പറയുന്നു, മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലൂടെ ഒരു 4 വരി പാത ഹൈവേ ഉണ്ടാക്കാൻ അങ്ങ് തീരുമാനിക്കുന്നു. അപ്പം അസമിൽ സിൽച്ചാറിലെത്തി അവസാനിക്കുന്ന രീതിയിലാണ് ഈ പാത ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് ആ ചിക്കൻ നെക്കിലൂടെയുള്ള പാത സുഗമോ അല്ലെങ്കിലും പുതിയൊരു പാത അവിടെ തുറന്നു കിട്ടുകയാണ്. ഇത്തരത്തിൽ നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കും. ഇപ്പോൾ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ചൈനയുടെ ആയുധങ്ങൾ അത് മുഴുവൻ തന്നെ കളിപ്പാട്ടം പോലെ നമ്മൾ തകർത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക്, നമ്മുടെ മിസൈലുകൾക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഒരു വലിയ പ്രചാരം, ഒരു പ്രശസ്തിയൊക്കെ കിട്ടി. അപ്പോൾ ലോകം നമ്മുടെ ആയുധ മേഖലയെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ മേഖലയെ അംഗീകരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ലേ? അതെ, നമ്മളിപ്പോൾ ആകാശ് NG എന്ന് പറയുന്ന പുതിയ മിസൈൽ നമ്മൾ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് പരീക്ഷണം മാത്രമാണ് ഇതിന് ബാക്കിയുള്ളത്. അതായത് ആകാശിൻ്റെ ഏറ്റവും പുതിയ മിസൈൽ സംവിധാനം, അതായത് മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനം ന്യൂ ജനറേഷൻ എന്നാണ്. ആകാശ് ന്യൂ ജനറേഷൻ, അതാണ് NG എന്ന് ഉദ്ദേശിക്കുന്നത്. 70 മുതൽ 80 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ റേഞ്ച്. ഇത് വലിയ കരുത്താണ്. നമ്മളുടെ കയ്യിൽ നിന്ന് 6000 കോടി രൂപ മുടക്കി അർമേനിയ വാങ്ങിച്ചത് ആകാശ് 1S എന്ന് പറയുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ്. ഇനിയിപ്പോൾ ആകാശ് NGയും കൂടെ വരുന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ രംഗത്തെ കരുത്ത് ലോകോത്തരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ഇന്ത്യ ഇത് കൂടാതെ 40,000 കോടി രൂപയുടെ ഒരു അടിയന്തര ഈ യുദ്ധ സാമഗ്രികൾ വാങ്ങാനുള്ള ഒരു ബജറ്റ് അല്ലെങ്കിൽ ഒരു പണം മാറ്റി വെക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ ഡ്രോണുകൾ വേണം, നിരീക്ഷണ ഡ്രോണുകൾ, പീരങ്കികൾ, അതുപോലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. അപ്പം നമ്മൾ ഇതൊക്കെ സംഭരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കിട്ടി, അത് മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ തകർക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ തന്നെ പുതിയ സാധനങ്ങളോട് വരുമ്പോൾ നമ്മൾ വ്യോമ മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ, സൈനിക മേഖലയിൽ വലിയ ശക്തിയാണെന്ന് ചിലർക്കൊരു മുന്നറിയിപ്പാണ്. കൃത്യമായി പറഞ്ഞാൽ അസർബൈജാനും തുർക്കിക്കും. കാരണം നിങ്ങൾ ഞങ്ങളെ ആവശ്യമില്ലാതെ ചൊറിയാനൊന്നും വരണ്ട, വന്നാൽ നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ പാകിസ്ഥാനെ അനാവശ്യമായി സഹായിച്ചതിൻ്റെ പേരിൽ തുർക്കി ഏതാണ്ട് ഒറ്റപ്പെട്ടു. ബോയ്ക്കോട്ട് തുർക്കി എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ വരുന്നു. അസർബൈജാൻ അനാവശ്യമായി ഇടപെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അർമേനിയയെ സഹായിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ഇപ്പം നമ്മളെന്ത് തീരുമാനിച്ചു? അർമേനിയയ്ക്ക് അവർ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ നൽകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എതിർക്കാനായിട്ട് വന്ന രാജ്യങ്ങളെല്ലാം തന്നെ നമ്മൾ തകർത്തുകൊണ്ട് മുന്നേറുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ചൈനയാണ് വലിയൊരു റോള് കാണിക്കുന്നത്. അപ്പം നമ്മൾ
വിചാരിക്കുന്നത് ചൈന മിണ്ടാതിരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ട് അല്ലെങ്കിൽ നമ്മളോട് സഹായം കൊണ്ട്, അങ്ങനെയല്ല. അവർ അവസരം നോക്കിയിരിക്കുകയാണ്. ഇപ്പം പാകിസ്ഥാനിൽ അവർ വലിയ നിക്ഷേപമൊക്കെ നടത്തിയതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവർക്ക് വലിയ നഷ്ടമാണ്. മാത്രമല്ല അവർ കൊടുത്ത വിമാനം, അതുപോലെ തന്നെ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് പാകിസ്ഥാൻ കൊടുത്തത്. അതെല്ലാം തകർന്നു പോയിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ആക്രമണത്തെ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ ചൈനയുടെ യുദ്ധോപകരണങ്ങൾ വളരെ മോശമാണ് എന്നൊരു ഇമേജ് സൃഷ്ടിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഇനി ഒരുപക്ഷെ മുഹമ്മദ് യൂനിസ് വീണ്ടും ചൈനയുമായിട്ട് ചേർന്ന് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമെന്ന് നമ്മൾ ഭയപ്പെടുന്നത്. അപ്പോൾ പുതിയ ദേശീയപാതയൊക്കെ നിർമ്മിച്ചുകൊണ്ട് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നു. ഒപ്പം ഈ തുർക്കിയിലെ ഉൽപ്പന്നങ്ങൾക്ക് മുഴുവൻ നമ്മൾ നിരോധനം ഏർപ്പെടുത്തുന്നു. ഇപ്പം നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഈ തുർക്കിയുടെ ഒരു സാധനവും ഈ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ അനുവദിക്കരുത്. കാലങ്ങളായിട്ട് അസർബൈജാനുമായിട്ട് നമുക്ക് ചില വ്യാപാര ബന്ധങ്ങളുണ്ട്. ഏതാണ്ട് 4ാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഈ അസർബൈജാനുമായിട്ടുള്ള ബന്ധവും നമ്മൾ വേർപെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ ശത്രുക്കൾക്കും പഴയ ശത്രുക്കൾക്കും ഒരുപോലെ ഇന്ത്യ പണി കൊടുത്തു. ഇനി ഈ പാകിസ്ഥാനും ചൈനയ്ക്കും കിട്ടിയ പണി കൊണ്ട് പഠിക്കാത്ത അസർബൈജാനും തുർക്കിയും പുതിയ പണികളിലൂടെ പാഠം പഠിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.